Dear students, now I wish to discuss types of payments. For design purpose, payments are classified as flexible payment and rigid payments. First, flexible payment. Example, earth road, gravel road, waterborne macadam road and bituminous road. Earth road, gravel road, waterborne macadam road and bituminous. Rigid pavement. Cement concrete road. Rigid കിടക്കുന്ന അത് ഇത്തിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സിമെൻറ്റ് റിജിഡ് പേയ്മെൻറ്റിന് എക്സാമ്പിൾ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ്. കമ്പാരിസൺ ബിറ്റ്വീൻ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു നോർമൽ ലോഡിങ്. നോർമൽ ലോഡിങ് ആയ സമയത്ത് അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ വരും, പക്ഷേ ലോഡൊക്കെ ഉണ്ടാകുമ്പോൾ അണ്ടർഗോൺ ടു ഇലാസ്റ്റിക് ഡീഫോർമേഷൻ അല്ലേ. റിജിഡ് പേയ്മെൻറ്റ് കോൺക്രീറ്റ് റോഡ് ആണെങ്കിൽ ഇറ്റ് ആക്ട്സ് ആസ് എ ബീം അല്ലേ, റിജിഡായി ഒരു ബീമിനെ പോലെ ആക്ട് ചെയ്യും ആൻഡ് റെസിസ്റ്റ് ഡീഫോർമേഷൻ അണ്ടർ നോർമൽ ലോഡിങ്. അത് ഡീഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു തന്നെ ഉള്ളൂ, എക്സ്പാൻഷനൊന്നുമില്ല, ഇല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിസിറ്റി ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ അണ്ടർ ഹെവി ലോഡ്സ് ഇറ്റ് ഈൽഡ്സ് ഫോമിങ് ലോക്കൽ ഡിപ്രഷൻ. ആ ലോഡ് വരുന്ന ഭാഗത്ത് ഓരോരോ ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ട് ഹെവി ലോഡിൻ്റെ ടൈമിൽ അത് ഡീഫോം ചെയ്യും. ഇനി റിജിഡ് പേയ്മെൻറ്റ് അണ്ടർ വെരി ഹെവി ലോഡിങ് ഇറ്റ് റപ്ചേഴ്സ് ഫോമിങ് ക്രാക്സ്. അത് പൊട്ടിപ്പോകും. കോൺക്രീറ്റ് റോഡ് വലിയ ലോഡൊക്കെ വരുമ്പോൾ, വലിയ ലോഡുള്ള ട്രക്കും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോൺക്രീറ്റ് റോഡ് പൊട്ടിപ്പോകും, ക്രാക്ക് ആയതുകൊണ്ട് പൊട്ടിപ്പോകും. പിന്നെ അടുത്തത് ഫ്ലെക്സിബിളിൽ ഇറ്റ് ഈസ് ഫ്ലെക്സിബിളിനടുത്ത് ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ടെമ്പറേച്ചർ സ്ട്രെസ്സസ്. ടെമ്പറേച്ചർ സ്ട്രെസ്സിന് അത് സബ്ജക്റ്റ് മാറ്റം വരുന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് മാറി വരും. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഹെവി ടെമ്പറേച്ചർ സ്ട്രെസ്സസ്. ഹെവി ടെമ്പറേച്ചർ സ്ട്രെസ്സസിൽ ഇതിൻ്റെ ഡീഫോർമേഷൻ സംഭവിക്കും, ഇത് റിജിഡിന്. ഇത് മറ്റേ ഫ്ലെക്സിബിൾ ആഫ്റ്റർ അണ്ടർഗോയിങ് ഡീഫോർമേഷൻ ഇറ്റ് ഗെറ്റ്സ് ബാക്ക് ഹിറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ഇനിയിപ്പോൾ ഡീഫോർമേഷൻ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിക്ക് അത് തിരിച്ചു വരും. ഇനി റിജിഡ് എനി ഡാമേജ് കോസ്ഡ് ഡ്യൂ ടു ഹെവി ലോഡിങ് റിമെയിൻസ് പെർമനൻറ്റ്. എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പെർമനൻ്റായി കിടക്കും, അല്ലെങ്കിൽ ഡിഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റായി കിടക്കും. ഒരു പ്രാവശ്യം കൂടി പറയാം. ഫ്ലെക്സിബിളിൽ വരുന്ന പോയിൻ്റ് ഇറ്റ് അണ്ടർഗോസ് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ. അതിൽ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാകുന്നത് അണ്ടർ ഹെവി ലോഡ് ഇറ്റ് ഈൽഡ് ഫോമിങ് ലോക്കൽ ഡിപ്രഷൻ. വലിയ ലോഡ് വരുമ്പോൾ അത് ഈൽഡ് ചെയ്യും, ലോക്കൽ ഡിപ്രഷൻ, പക്ഷേ അത് തിരിച്ച് തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ പോകും. ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ടെമ്പറേച്ചർ ടെസ്റ്റിന് പ്രശ്നമില്ല. അതിന് ഉണ്ടാക്കിയാൽ തന്നെ അത് തിരിച്ച് അതിൻ്റെ ഇതിലേക്ക് വരും. ആഫ്റ്റർ അണ്ടർഗോയിങ് ഡീഫോർമേഷൻ ഇറ്റ് ഗെറ്റ്സ് ബാക്ക് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് അല്ലേ. ഈ ഒരു കമ്പാരിസൺ നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിജിഡിൽ വരുന്ന ഇറ്റ് ആക്ട് ആസ് എ ബീം ആൻഡ് റെസിസ്റ്റ് ഡീഫോർമേഷൻ. ഇതിൽ ഡീഫോർമേഷൻ സംഭവിക്കില്ല. ഡീഫോർമേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ക്രാക്കായി മാറും, ഇത് പൊട്ടിപ്പോകും. അണ്ടർ ഹെവി ലോഡിങ് ഇറ്റ് റപ്ചേഴ്സ് ഫോമിങ് ക്രാക്സ്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഹെവി ടെമ്പറേച്ചർ സ്ട്രെസ്സസ്. ടെമ്പറേച്ചറിലൊക്കെ ഇത് ഡീഫോം ചെയ്യും. എനി ഡാമേജ് കോസ്ഡ് ഡ്യൂ ടു ഹെവി ലോഡിങ് റിമെയിൻസ് പെർമനൻ്റ്ലി. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കും. ഇനി അടുത്തത് ബിറ്റുമിനസ് റോഡാണ്. നമ്മളെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് വരുന്ന ബിറ്റുമിനസ് റോഡാണ്. ബിറ്റുമിനസ് സർഫസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കമ്പോസ്റ്റ് ഓഫ് മിനറൽ അഗ്രിഗേറ്റ് ഹെൽഡ് ടുഗെദർ ഓർ പ്രൊട്ടക്റ്റഡ് ബൈ ബിറ്റുമിനസ് ബൈൻഡർ അല്ലേ.
ബിറ്റുമിനസ് ബൈൻഡർ വെച്ച് ബിറ്റുമിനസ് സർഫസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കമ്പോസ്ഡ് ഓഫ് മിനറൽ അഗ്രിഗേറ്റ് ഹെൽഡ് ടുഗെദർ ഓർ പ്രൊട്ടക്റ്റഡ് ബൈ ബിറ്റുമിനസ് ബൈൻഡർ യൂസ് ചെയ്തിട്ട് അത് ബൈൻഡ് ചെയ്ത് വെച്ച് അഗ്രിഗേറ്റ്സിനൊക്കെ. ബിഫോർ ദി യൂസ് ഓഫ് ബിറ്റുമിൻ ടാർ വാസ് യൂസ്ഡ് ഫോർ റോഡ് സർഫസ്. ഈ ബിറ്റുമിൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ടാറാണ് യൂസ് ചെയ്തിരുന്നത്. എന്തിന്? മറ്റേ റോഡിന്. പക്ഷേ ആ ടാറ് ആസ് ദി ടാർ വാസ് സസെപ്റ്റിബിൾ ടു ഹൈ ടെമ്പറേച്ചറിൽ ടാറിന് ഡീഫോർമേഷൻ സംഭവിക്കുന്നതുകൊണ്ട് ടാറ് ഹൈ ടെമ്പറേച്ചറിൽ ടാറ് ഡീഫോർമേഷൻ സംഭവിക്കുന്നതുകൊണ്ട് ടാറ് ഒഴിവാക്കി. അപ്പോൾ അഗ്രിഗേറ്റിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത് ബിറ്റുമിനാണ്. ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം ക്രൂഡ് ഇൻ എ റിഫൈനറി. ഇത് ഈ ബിറ്റുമിൻ എന്ന് പറഞ്ഞാലും ടാർ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരു പെട്രോളിയം ബൈ പ്രൊഡക്റ്റാണ്. ബിറ്റുമിൻ ആൻഡ് ടാർ എവറിത്തിങ് ഈസ് എ പെട്രോളിയം ബൈ പ്രൊഡക്റ്റ്. ഡീസൽ, ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതൊക്കെ പെട്രോളിയം ബൈ പ്രൊഡക്റ്റാണ് അല്ലേ? ഒക്കെ പെട്രോളിയം ബൈ പ്രൊഡക്റ്റാണ്. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം ക്രൂഡ് ഇൻ എ റിഫൈനറി അല്ലേ? ഇറ്റ് ഈസ് ആൾസോ ഒബ്റ്റെയിൻഡ് ഇൻ നാച്ചുർ ആസ് നാറ്റീവ് അസ്ഫാൾട്ട് കമ്പൈൻഡ് വിത്ത് മിനറൽ മാറ്റർ. ഇത് നാച്ചുറൽ കിട്ടാനുണ്ട്. അസ്ഫാൾട്ട് കമ്പൈൻഡ് വിത്ത് മിനറൽ മാറ്റർ ആയിട്ട് കമ്പയർ ചെയ്താൽ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ഒരു ഇതായിട്ടും കിട്ടാനുണ്ട്. പക്ഷേ ഇത് കോമൺലി ഇത് പെട്രോളിയം ബൈ പ്രൊഡക്റ്റാണ് ബിറ്റുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ടൈപ്സ് ഓഫ് ബിറ്റുമിന് അസ്ഫാൾട്ടിക് ബിറ്റുമിനുണ്ട്, കട്ട് ബാക്ക് ബിറ്റുമിനുണ്ട്. അസ്ഫാൾട്ടിക് ബിറ്റുമിനുണ്ട്, കട്ട് ബാക്ക് ബിറ്റുമിനുണ്ട്. ആദ്യം അസ്ഫാൾട്ടിക് ബിറ്റുമിൻ, അതിൽ തന്നെ റെസിഡ്വൽ ബിറ്റുമിനുണ്ട്, എയർബോണുണ്ട്. റെസിഡ്വലിൽ അതിനെ ഇതാക്കുന്നത് മറ്റേ അതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, പെനിട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ സിമെൻറ്റിന് ടെസ്റ്റ് ചെയ്യൂലേ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും, അതുപോലൊരു ടെസ്റ്റ് ഈ ട്രാൻസ്പോർട്ടേഷൻ ലാബ് ഞങ്ങൾക്ക് ഡിപ്ലോമൊക്കെ ഇല്ല, ബിടെക്കിനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എംടെക്കിനൊക്കെ പോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ലാബ് ഉണ്ടാവും. അതിനകത്തുണ്ട് ഒരു പെനിട്രേഷൻ ടെസ്റ്റ്. ഇതുപോലെ ഈ സിമെൻറ്റിൻ്റെ നീഡിൽ ഇട്ടിട്ടുള്ള ഒരു പെനിട്രേഷൻ ടെസ്റ്റാണ്. അതിൽ വരുന്ന വാല്യൂസാണ് ഒരു ഗ്രേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. R25 എന്ന് പറഞ്ഞ ഗ്രേഡാണ് കാണിച്ചിരിക്കുന്നത്. റെസിഡ്വൽ ബിറ്റുമിൻ ഇൻ പെനിട്രേഷൻ R25 20 to 30 ആണ്, R35 30 to 40 ആണ്, അങ്ങനെ R45 40 to 50 ആണ്, R65 60 to 70 ആണ്, R90 80 to 100 ആണ്, R200 175 to 225. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു ലാബ് ടെസ്റ്റാണിത്, പെനിട്രേഷൻ ടെസ്റ്റ്. അത് നമ്മൾ ഏകദേശം ഒരു സിമെൻറ്റിൻ്റെ ടെസ്റ്റ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമൊക്കെ നീഡിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എനിക്കില്ല, ലാബിലില്ല. പിന്നെ അടുത്ത എയർബോൺ, അതിലുള്ള ഗ്രേഡാണ് B25, B35, B45 അതിലുള്ള ഗ്രേഡാണ്. ഇനി അടുത്തത് മെയിൻ ക്ലാസിഫിക്കേഷൻ കട്ട് ബാക്ക് ബിറ്റുമിൻ. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മിക്സിങ് ഓർ ഫ്ലെക്സിങ് വോളറ്റൈൽ അല്ലേ? ഇത് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് ഓയിൽസ് വിത്ത് അസ്ഫാൾട്ടിക് ബിറ്റുമിൻ ടു ഇംപ്രൂവ് വർക്കബിലിറ്റി. എങ്ങനെ കിട്ടുന്ന പറഞ്ഞാൽ മിക്സിങ് വോളറ്റൈൽ ഓയിൽസ് അസ്ഫാൾട്ടിക് ബിറ്റുമിനായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കട്ട് ബാക്ക് ബിറ്റുമിൻ കിട്ടുന്നത്. ടു ഇംപ്രൂവ് വർക്കബിലിറ്റി, അതിൻ്റെ വർക്കബിലിറ്റി പറഞ്ഞാൽ ഈസ് വിത്ത് വർക്ക് വിത്ത്, അത് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഓയിൽ മിക്സ് ചെയ്യുന്നത് 3 ടൈപ്പ് ഉണ്ട്. സ്ലോ ക്യൂറിങ് ഉണ്ട്, മീഡിയം ക്യൂറിങ് ഉണ്ട്, റാപ്പിഡ് ക്യൂറിങ് ഉണ്ട് അല്ലേ? വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ ഓയിൽ മിക്സ് ചെയ്യും. ഓയിൽ വിത്ത് അസ്ഫാൾട്ടിക് ബിറ്റുമിനായിട്ട് മിക്സ് ചെയ്തിട്ട് 3 ടൈപ്പ് ഉണ്ട്. സ്ലോ ക്യൂറിങ്, മീഡിയം ക്യൂറിങ്, റാപ്പിഡ് ക്യൂറിങ്. ഇനി മൂന്നാമത്തെ ക്ലാസ് ബിറ്റുമിൻ എമൾഷൻ അല്ലേ? മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ടൈപ്സ് ഓഫ് ബിറ്റുമിനിൽ മൂന്നാമത്തെ ടൈപ്പാണ് ബിറ്റുമിൻ എമൾഷൻ. ഇറ്റ് ഈസ് സസ്പെൻഷൻ ഓഫ് ബിറ്റുമിൻ ഇൻ വാട്ടർ. ബിറ്റുമിൻ ഈസ് ബ്രോക്കൺ ഇൻ ടു കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എമൾസിഫൈയിങ് ഏജൻറ്റ്സ് ലൈക്ക് സോപ്പ് ബൈ എമൾസിഫൈയിങ്.
ഇത് ബിറ്റുമിൻ്റെ സസ്പെൻഷനാണ്. ഇൻ വാട്ടറിലുള്ള ബിറ്റുമിൻ്റെ സസ്പെൻഷനാണ്. അത് ബിറ്റുമിൻ ഈസ് ബ്രോക്കൺ ഇൻ ടു കൊളോയിഡൽ പാർട്ടിക്കിൾ. അത് കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് ബ്രോക്കൺ ചെയ്ത് ഇൻ വാട്ടർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എമൾസിഫയിങ് ഏജൻറ്റ്. എമൾസിഫയിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ വാട്ടറിലുള്ള ബിറ്റുമിന് ബ്രോക്കൺ ചെയ്തിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ട് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ അവൈലബിൾ ഇൻ ലിക്വിഡ് ഫോം അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ. ഇത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ് ഇത് വർക്ക് ചെയ്യാൻ. വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഒരു പ്രാവശ്യം കൂടി പറയാം. ഇറ്റ് ഈസ് എ സസ്പെൻഷൻ ഓഫ് ബിറ്റുമിൻ ഇൻ വാട്ടർ. വാട്ടറിലുള്ള ബിറ്റുമിൻ്റെ സസ്പെൻഷനാണ്. ബിറ്റുമിൻ ഇൻ വാട്ടർ. ബിറ്റുമിൻ ഈസ് ബ്രോക്കൺ ഇൻ ടു കൊളോയിഡൽ പാർട്ടിക്കിൾ ഇൻ വാട്ടർ. ബിറ്റുമിന് കൊളോയിഡൽ പാർട്ടിക്കിളായി ബ്രോക്കൺ ചെയ്യും വാട്ടറിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എമൾസിഫയിങ് ഏജൻറ്റ്. എമൾസിഫയിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് അത് ബ്രോക്കൺ ചെയ്യും. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്ന വേറൊരു പോയിൻറ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ഹീറ്റിംഗ്. അത് ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് ഓർഡിനറി ടെമ്പറേച്ചറിൽ അവൈലബിൾ ഇൻ ലിക്വിഡ് ഫോമിൽ തന്നെ കിട്ടും. ഇങ്ങനെ ഇത് ബ്രോക്കൺ ചെയ്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആക്കി വാട്ടർ വിത്ത് ഹെൽപ്പ് ഓഫ് എമൾസിഫയിങ് ഏജൻറ്റ് ലൈക്ക് സോപ്പ് ഓർ എമൾസിഫൈ. ബിറ്റുമിൻ ബ്രോക്കൺ ലിക്വിഡ് ഫോമിൽ കിട്ടുന്നതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ഹീറ്റിംഗ്. ഹീറ്റിംഗ് ഇല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വെൻ സ്പ്രെഡ് ഓൺ ദി റോഡ് വാട്ടർ ഇവാപ്പറേറ്റ്സ്. ഇത് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് റോഡിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഇവാപ്പറേറ്റ്സ് ലീവിങ് ബിറ്റുമിൻ ആക്ടിങ് ആസ് ബൈൻഡിങ് ഏജൻറ്റ്. വാട്ടറായിട്ട് മിക്സ് ചെയ്ത് കിടക്കുകയാണല്ലോ ഇത് നമ്മുടെ ബിറ്റുമിൻ ഒരു എമൾഷനായി കിടക്കുന്ന. അപ്പോൾ അത് റോഡിൽ മിക്സ് ചെയ്യുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ബിറ്റുമിൻ നമ്മുടെ റോഡിൽ തന്നെ നിന്ന് അഗ്രിഗേറ്റ്സിനെ ബൈൻഡ് ചെയ്യും. ബൈൻഡിങ് ഏജൻ്റായി ആക്ട് ചെയ്യും. ആസ് വാട്ടർ ഇവാപ്പറേറ്റ് ചേഞ്ച് ഫ്രം ബ്രോക്കൺ ടു കളർ ചേഞ്ച് ഫ്രം ബ്രോക്കൺ ടു ബ്ലാക്ക്. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ കളറ് ബ്രൗൺ ടു ബ്ലാക്ക് ആവും. ബിറ്റുമിൻ എമൾഷൻ 3 ടൈപ്പ് ഉണ്ട്. റാപ്പിഡ് സെറ്റിംഗ് ഉണ്ട്, മീഡിയം സെറ്റിംഗ് ഉണ്ട്, സ്ലോ സെറ്റിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കട്ട് ബാക്ക് ബിറ്റുമിനിൽ പറഞ്ഞ പോലെ റാപ്പിഡ് സെറ്റിംഗ് ഉണ്ട്, മീഡിയം സെറ്റിംഗ് ഉണ്ട്, സ്ലോ സെറ്റിംഗ് ഉണ്ട്. ഇനി അടുത്തത് വിഷ് ടു ഡിസ്കസ് അഡ്വാൻറ്റേജ് ഓഫ് ബിറ്റുമിനസ് റോഡ്സ്. ഒന്ന്, ഡസ്റ്റ് നോയ്സൻസ് ഈസ് എലിമിനേറ്റഡ്. ഡസ്റ്റ് ഇല്ലല്ലോ, നമ്മൾ ബിറ്റുമിൻ ആയതുകൊണ്ട് ഡസ്റ്റ് ഇല്ല. നമ്മൾ കോൺക്രീറ്റ് റോഡിനെ പോലെ ഡസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഡസ്റ്റ് നോയ്സൻസ് ഈസ് എലിമിനേറ്റഡ് ആണ്, ഇല്ല. ദ സർഫസ് ഈസ് സ്മൂത്ത് ആൻഡ് ഹെൻസ് ലെസ് ഫ്രിക്ഷൻ. സർഫസ് സ്മൂത്ത് ആണ്, അതുകൊണ്ട് ലെസ് ഫ്രിക്ഷൻ ആണ്. ലെസ് പെട്രോൾ കൺസംഷൻ, അതുകൊണ്ട് ലെസ് പെട്രോൾ കൺസംഷൻ ഉണ്ടാകുള്ളൂ, മൈലേജ് കൂടും. ലെസ് വിയർ ഓഫ് ടയർസ്, ടയറിൻ്റെ തേയ്മാനം കുറയാൻ. ഗ്രേറ്റർ കംഫർട്ട് ടു റോഡ് യൂസ് ചെയ്യും. നമുക്ക് നല്ല കംഫർട്ടാണ് റോഡിലൂടെ പോകാൻ. ഇത്രയും തന്നെ കംഫർട്ട് നമ്മൾ കോൺക്രീറ്റ് റോഡിലൂടെ പോയാൽ കിട്ടില്ല. ദ സർഫസ് ഈസ് വാട്ടർ പ്രൂഫ് ആൻഡ് ഹെൻസ് ലൈഫ് ഓഫ് റോഡ് ഈസ് പ്രൊലോങ്ഡ്. വാട്ടർ പ്രൂഫാണ് ബിറ്റുമിൻ സർഫസ്, വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് പ്രൊലോങ്ഡ് യൂസാണ് നമുക്ക് കിട്ടുന്നത്, മറ്റേ കമ്പയറിങ് ടു കോൺക്രീറ്റ് റോഡ്സ്. ട്രാവലിംഗ് ഓഫ് സ്റ്റോൺ ഈസ് എലിമിനേറ്റഡ്. ട്രാവലിംഗ് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മുകളിലുള്ള വിയറിംഗ് കോസിലുള്ള റോഡ് സർഫസിലുള്ള അഗ്രിഗേറ്റ്, ചെറിയ അഗ്രിഗേറ്റ് പറഞ്ഞു പോയി ഇങ്ങനെ ഒരു അണ്ടുലേഷൻസ് ഉണ്ടാവില്ലേ. ഗട്ടറല്ല, എന്നാലും കുറച്ചിങ്ങനെ, അല്ലെങ്കിൽ കുറേ എപ്പോഴും റോഡ് ഒരു ജംഗ്ഷനിലൊക്കെ ഉണ്ടാവില്ലേ, എപ്പോഴും വണ്ടി പോകുന്ന ഒരു ചൊറി പിടിച്ച പോലെ, അത് കൂടുതൽ റഫായ റോഡ്, വെറുതെ റഫായ കുറേ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്ന സ്ഥലത്ത്
അതാണ് റാവലിംഗ് എന്ന് പറഞ്ഞാൽ. റാവലിംഗ് ഓഫ് സ്റ്റോൺസ് ഈസ് എലിമിനേറ്റഡ്. ബിറ്റുമിൻ റോഡ് ആകുമ്പോൾ അത് കുറവായിരിക്കും. ദ സർഫസ് ക്യാൻ ബി ഈസിലി ക്ലീൻഡ് ഓർ വാഷ്ഡ് ആൻഡ് ഹാൻസ് ബെറ്റർ സാനിറ്റേഷൻ ഇസ്. സർഫസ് ഈസി ആയിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് മൊഡ്യൂൾ. താങ്ക് യു.